ഒന്നുകിൽ താനിത് ആരോടെങ്കിലും പറയും. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ആരോടെങ്കിലും പറയും. താനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടേക്ക് വരുന്നതിന് മുമ്പുള്ള ശ്രീലക്ഷ്മിയാണോ താനിപ്പോ? അല്ല. അന്ന് തനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കൃഷ്ണ, ദീപു, യമുന, ദേവു. അവരോടൊക്കെ താൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. ഇപ്പൊ താൻ അവരോടൊക്കെ മനസ്സോർന്ന് സംസാരിക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള എന്താ തന്റെ മനസ്സിലുള്ളത്? എന്താലോചനയില്ല താ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ ഓരോ നിമിഷം ആലോചിക്കുന്നത് സമാധാനമായി സന്തോഷത്തോടെ സാറിന്റെ കൂടെ ജീവിക്കാനുള്ള വഴിയാണ് സർ. എനിക്കെല്ലാം സാറിനോട് പറയണമെന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ആ ആപത്തുകളെ കുറിച്ച് ഊഹിച്ചിട്ടും അന്വേഷിച്ചിട്ടും ഇനിയും കിട്ടാത്ത ശത്രുവിനെ കുറിച്ചും എല്ലാം. പക്ഷെ ഒരിക്കലും ആരും അറിയാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞ് എന്നെ വിശ്വസിച്ച് എന്റെ ഈ ജന്മത്തിന് പോലും കാരണമായ എന്റെ തന്നെ മറ്റൊരു മുഖത്തിന് ഞാൻ വാക്ക് നൽകിപ്പോയി സർ. ആ വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് ഞാൻ എന്നെ തന്നെ ചതിക്കുന്നതിന് തുല്യം. എന്താ ശ്രീലക്ഷ്മി, എന്താ താനൊന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചതിനൊന്നും തനിക്ക് ഉത്തരവില്ലേ? സർ, അത് എനിക്ക് പറയാനാവില്ല സർ. പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല, അത്രയല്ലേ ഉള്ളൂ. എനിക്കറിയാം, ഒരിക്കലും താനെന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ പോകുന്നില്ല. എനിക്ക് തന്നോട് റിക്വസ്റ്റ് ഉണ്ട് ശ്രീലക്ഷ്മി. ഞാനല്ലാതെ താൻ ചെയ്ത ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്ക് അവസരം നൽകരുത്. അങ്ങനെയുള്ള പ്രവൃത്തികൾ ദയവ് ചെയ്ത് താൻ ഒഴിവാക്കണം. യു ക്യാൻ ഡു വാട്ട് എവർ യു ഫീൽ ലൈക്ക് ടു ഡു. താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോടൊന്ന് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്താൽ മറ്റൊരാൾ തന്റെ നേരെ ശബ്ദമുയർത്താൻ അനുവദിക്കാതെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സ് തുറന്ന് സന്തോഷിച്ചത് താൻ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം. ആ സന്തോഷത്തിന് കോട്ടം തെറ്റിയ അതെനിക്ക് സഹിക്കാനാവില്ല ശ്രീലക്ഷ്മി. അതുകൊണ്ടാണ് ഞാനിതൊക്കെ തന്നോട് ചോദിക്കുന്നതും പറയുന്നതും. ഒരിക്കലും ശ്രീലക്ഷ്മിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രവിവർമ്മനെ മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ തന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. നീ എന്റേതായതോടെ നിനക്ക് കിട്ടിയ ബന്ധങ്ങൾ, അമ്മ, രഘു, അനിയത്തിക്കുട്ടി, അങ്ങനെ എല്ലാവരും. അതുപോലെ തന്നെയാണ് ശത്രുക്കളുടെ കാര്യവും. എന്റെ ശത്രുക്കളെല്ലാവരും ഇപ്പൊ നിന്റെയും ശത്രുക്കളാണ്. സാഹചര്യങ്ങളും വിപരീതമാണ്. ശത്രുക്കളുടെ ആക്രമണങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ഉണ്ടാകാം. ഇതിനെല്ലാം എതിർത്ത് നിൽക്കണമെങ്കിൽ താൻ എന്റെ കൂടെ ഉണ്ടാണ് ശ്രീലക്ഷ്മി. ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്ന പോലെ എനിക്കും ആഗ്രഹം കൊണ്ട് ശ്രീലക്ഷ്മി. പുറകിൽ നിന്നും ധൈര്യം തരുന്ന ഒരു ഭാര്യയാകണം താനെന്ന്. ആ ഒരു ധൈര്യത്തിൽ വേണം ശത്രുക്കളെ എനിക്ക് നേരിടാൻ. എനിക്കറിയാം സർ. സാറും ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന അതേ കാര്യങ്ങളാ ആലോചിക്കുന്നതും ശ്രമിക്കുന്നതും. ഞാനും അതേ വഴിയിലാണ് സർ സഞ്ചരിക്കുന്നത്. പക്ഷെ അത് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാൻ. ശ്രീലക്ഷ്മി, തനിക്ക് ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലായോ? മനസ്സിലായി സർ. വാ, വന്നിരിക്കും. തനിക്ക് വേണ്ടി ആഹാരം കൊണ്ടുവന്ന് വെച്ചിട്ട് കുറെ സമയമായി. കഴിക്കും. സാർ കഴിച്ചില്ലല്ലോ. താൻ വയറു നിറയെ ആഹാരം കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. എന്താണോ താൻ ഇങ്ങനെ നോക്കുന്നത്?
ഞാൻ കഴിച്ചോളാം, താൻ കഴിക്ക്. ദാ, ആ ആ. എന്നാലും ആ ഡയറി എവിടെ പോയി? എന്തായിരിക്കും ഡയറിക്ക് പറ്റിയത്? എന്നെ കൊന്നതുപോലെ അവര് രവിയെയും കൊല്ലും, ശ്രീലക്ഷ്മിയും കൊല്ലും. നന്ദിനി നിലയത്തിലേക്ക് പോയാൽ മാത്രമേ ശത്രുക്കൾ ആരാണെന്ന് അറിയാൻ പറ്റൂ. ഭയപ്പെടേണ്ട ശ്രീലക്ഷ്മി, നിന്നെ കൊണ്ട് ഇതൊക്കെ തടുത്തു നിർത്താനാകും. കാരണം നീ ഇപ്പോൾ ശ്രീലക്ഷ്മി മാത്രമല്ല, രാജനന്ദിനിയും കൂടെയാണ്. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ രവിക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് ഞാൻ കണ്ടുപിടിക്കും. അയ്യോ മാഡം, മാഡം പുറത്തേക്ക് പോവാണോ?
മാഡം, ഈ കാറ് ആരും പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാം മാഡം. മാഡം, ഇതാ മാഡം. പാതിരാത്രിയിൽ ശ്രീലക്ഷ്മി ഇത് എങ്ങോട്ടാ? അതും ആ പഴയ കാറില്. ഡ്രൈവിംഗ് അറിഞ്ഞൂടാന്നല്ലേ ഇവള് പറഞ്ഞിരുന്നത്? രഘു, രഘു, രഘു. എന്താ രേഖ? രഘു, ഒന്ന് എണീറ്റ് വന്നേ. എണീറ്റോ? എങ്ങോട്ട്? അതൊക്കെ പറയാ, ഒന്ന് വാ. രേഖ, ഒന്ന് മിണ്ടാതെ പോയെ. നട്ടപ്പാതിരിക്ക് മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കാതെ. രഘു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ദേ, രഘുവിന്റെ ഏട്ടത്തിയമ്മേ കാറും എടുത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് ഏട്ടത്തി എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്തു പോയതായിരിക്കും. ഇത്രയും വണ്ടികൾ ഇവിടെ ഉള്ളപ്പോ വർഷങ്ങളായിട്ട് ഒതുക്കിയിട്ടിരിക്കുന്ന ആ ശകടവും കൊണ്ടാണോ അത്യാവശ്യത്തിന് പുറത്തു പോണേ? അതും വണ്ടി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത്. ഏട്ടത്തിയമ്മ ഡ്രൈവ് ചെയ്ത് പോയെന്നോ? അതിന് ഏട്ടത്തിയമ്മയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ. ഇനി നീ വല്ല സ്വപ്നവും കണ്ടതാണോ? രഘു, ഇങ്ങോട്ട് വന്നേ, വന്ന് കാണ്, അപ്പൊ വിശ്വാസമാവും. വാ. രഘു, ഇവിടെ നിക്ക്, ഞാൻ മധുരലാവി കൂടി വിളിക്കട്ടെ. മധുരല്ലോ, മധുരല്ലോ. എന്താ രേഖ ഈ രാത്രിയില്? മധുരല്ലോ, ഒന്ന് വന്നേ. പുന്നാര മരുമകളുടെ ശരിക്കുള്ള സ്വഭാവം ഞാൻ കാണിച്ചു തരാം. നീ ഈ രാത്രിയിൽ എന്ത് കാണിച്ചു തരാനാ? മധുരലോയുടെ മൂത്ത മരുമകളെ പുറത്ത് കിടന്ന പഴയ കാറും എടുത്ത് പുറത്തേക്ക് പോയിരിക്കുക. പുറത്തേക്കോ? ആര്? ശ്രീലക്ഷ്മിയോ? ആ ലക്ഷ്മി തന്നെ. രേഖ, നീ സ്വപ്നം വലുതും കണ്ടതാണോ ഇത്? വിശ്വാസം വരുന്നില്ലല്ലേ? മധുരല്ലോ, വന്നേ, ഞാൻ കാണിച്ചു തരാം. വാ. വാ രഘു. കണ്ടല്ലോ, രണ്ടാളും കണ്ടല്ലോ. ആട് കിടന്നെടുത്ത് പൂട മാത്രമേ ഉള്ളൂ ഇപ്പൊ.
ഇപ്പൊ വിശ്വാസമായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ശ്രീലക്ഷ്മി ആ പഴഞ്ചൻ കാറും എടുത്ത് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. രേഖ പറയുന്നത് വെറും വാക്കല്ലെന്നും മനഃപൂർവ്വമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ശ്രീലക്ഷ്മി കാറ് ഡ്രൈവ് ചെയ്ത് പോയെന്നോ? ഡ്രൈവിംഗ് അറിയാത്ത ശ്രീലക്ഷ്മി എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നേ? അത് എന്നോടല്ല, അവള് സർക്കിട്ട് കഴിഞ്ഞ് വരുമ്പോ അവളോട് തന്നെ ചോദിക്കണം. എന്തായാലും ഞാൻ അപ്പൊ തന്നെ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ട്. കാർ എടുത്തോണ്ട് പുറകെ പോയിട്ടുണ്ട് ബ്രദറിനോ. ഇങ്ങോട്ട് വന്നേ. സർ, തന്നോടാരാ വണ്ടിയുടെ ചാവി എടുത്ത് കൊടുക്കാൻ പറഞ്ഞേ? അതും ചേട്ടായി പൊന്നുപോലെ സൂക്ഷിക്കുന്ന വണ്ടിയാ. ചേട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ താനായിരിക്കും ഉത്തരവാദി. എന്റെ പൊന്ന് സാറേ, എന്നോട് ചാവി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാ ഈ വണ്ടി എടുത്ത് ആരും പുറത്തു പോകാറില്ലെന്ന്. അപ്പൊ എന്നെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം, ആ നോട്ടത്തിൽ ഞാൻ അറിയാതെ ചാവി എടുത്ത് കൊടുത്തു പോയതാ. അറിയാതെ കൊടുത്തു തന്നെയൊക്കെ. ഈ കവറെടുത്ത് തനിക്ക് മര്യാദയ്ക്ക് മടക്കി വെക്കാൻ പറ്റില്ലടോ. സോറി സർ. അതിന് രഘു എന്തിനാ അയാളെ പേടിപ്പിക്കുന്നത്? അയാളുടെ കുറ്റമാണോ ഇതൊക്കെ? വർമ്മൻ വില്ലയിലെ മൂത്ത മരുമകൾ കാറിന്റെ ചാവി ആവശ്യപ്പെട്ട അയാൾ കൊടുക്കും. കാരണം അയാളുടെ യജമാനത്തെയല്ലേ അവള്. ഇനിയെങ്കിലും ഇവിടെ ഉള്ളവര് അവളുടെ തനി സ്വരൂപം മനസ്സിലാക്കിയ കൊള്ളാം. എന്റെ ഈശ്വര, ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? നടക്കുന്നതെല്ലാം ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇതായിരുന്നു ലേറ്റസ്റ്റ് ഷോ. ദേ മദറല്ലോ, ഞാനൊരു കാര്യം പറയാം. ഇവളുടെ ഈ തോന്നിയാസങ്ങൾ കണ്ടിട്ടും കണ്ണടയ്ക്കാനാണ് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിൽ വർമ്മൻ ഫാമിലി ഇതോടെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവും. ഏതായാലും പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. പക്ഷെ അന്നേരം എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. രേഖ, നീ ഒന്ന് അടങ്ങ്. ചേട്ടായി പുറകെ പോയിട്ടുണ്ടല്ലോ. എന്താ സംഭവിച്ചെന്ന് ആദ്യം ഒന്ന് അറിയട്ടെ. ഇതിൽ കൂടുതൽ ഇനി എന്താ രഘുവിന് അറിയേണ്ടത്? കൊണ്ടാലും പഠിക്കില്ല കണ്ടാലും പഠിക്കില്ല എന്ന് പറഞ്ഞോ, അത് ഇത്തിരി കഷ്ടമാട്ടോ. ഇതെന്താ ശ്രീലക്ഷ്മി ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനൊക്കെ പ്രവർത്തിക്കുന്നത്? ഈ വീട്ടിലേക്ക് താമസം മാറിയപ്പോ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഒഴിഞ്ഞു എന്നാണല്ലോ കരുതിയത്. ഇതിപ്പോ ഓരോന്നോരോന്നായി വീണ്ടും എല്ലാം ആവർത്തിക്കുകയാണല്ലോ. എന്റെ ഈശ്വര.